നമസ്കാരം. ഇന്ന് നമ്മളിവിടെ പഠിക്കുവാനും മനസ്സിലാക്കുവാനും ശ്രമിക്കുന്നത് ഒരുമാതിരിപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് പഠിക്കുവാൻ ഒട്ടും തന്നെ താല്പര്യമില്ലാത്ത, അതേപോലെ തന്നെ ക്ലാസ് എടുക്കുന്ന അധ്യാപകർക്കാണെങ്കിൽ തന്നെയും പഠിപ്പിച്ച് കുട്ടികൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഫലിപ്പിക്കുവാൻ പ്രയാസമുള്ള ഒരു മേഖലയാണ്. നമ്മുടെ കേരളത്തിലെ ഭൂപരിഷ്കരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് വസ്തുതകളാണ് നമ്മളിവിടെ മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്നത്. പഠിക്കുവാനല്ല, മനസ്സിലാക്കുവാനാണ് ശ്രമിക്കുന്നത്. ഈ ക്ലാസ് പൂർണ്ണമായിട്ട് കേട്ടുകഴിഞ്ഞാൽ കേരളത്തിൻ്റെ ഭൂപരിഷ്കരണത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുമെന്നുള്ള വിശ്വാസത്തോടു കൂടി നമുക്ക് നമ്മുടെ ഇന്നത്തെ ഈ ഒരു ചർച്ച അല്ലെങ്കിൽ ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. അല്ലേ, ഭൂപരിഷ്കരണം വെച്ചാൽ നമുക്കറിയാം എന്താണ്. ഭൂമി എന്നത് നമുക്ക് എല്ലാവർക്കും അറിവുള്ളൊരു കാര്യമാണ്. അതിന്മേൽ കൊണ്ടുവരുന്ന ചില മാറ്റങ്ങൾ, നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൊണ്ടുവരുന്ന മാറ്റങ്ങളെയാണ് നമ്മൾ ഭൂപരിഷ്കരണം എന്ന് വിളിക്കുന്നത്. പഴയ കാലങ്ങളിലുണ്ടായിരുന്ന നടപ്പിലായിരുന്ന വ്യവസ്ഥകളെ പൊളിച്ചെഴുതുന്ന ഒരു നടപടിക്രമം, കാലാനുസൃതമായിട്ട് ഉണ്ടാകുന്നൊരു മാറ്റം, അതാണ് ഭൂപരിഷ്കരണമെന്ന് സാധാരണഗതിയിൽ ഒരു സാധാരണക്കാരൻ്റെ കാഴ്ചപ്പാടിൽ നമുക്ക് എല്ലാവർക്കും തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അത്തരത്തിൽ ഭൂപരിഷ്കരണം ലോകത്ത് എല്ലായിടത്തും തന്നെ വന്നിട്ടുണ്ട്. കാരണം ആദ്യകാലങ്ങളിലേക്ക് ഉടമസ്ഥാവകാശം എന്ന് പറയുന്നത് കോമൺ ആയിരുന്നു. നമ്മൾ കാടുകളിലേക്ക് താമസിച്ചിരുന്ന ആദ്യത്തെ തലമുറ എന്ന് പറയുന്നത് സ്വന്തമായിട്ടൊന്നുമില്ലായിരുന്നു, എല്ലാം എല്ലാവരുടേതുമായിരുന്നു. അതിനുശേഷം മനുഷ്യൻ്റെ ജീവിതം പരിഷ്കരിക്കപ്പെട്ടു തുടങ്ങിയപ്പോഴാണ് ഉടമസ്ഥാവകാശം എന്ന് പറയുന്നൊരു കോൺസെപ്റ്റിലേക്ക് നമ്മൾ എത്തുന്നതും ആ ഉടമസ്ഥാവകാശത്തിൽ നിന്നുമാണ് അടിമകളും ഉടമകളും എന്ന് പറയുന്ന മറ്റൊരു വ്യവസ്ഥയിലേക്ക് വന്നതും. അങ്ങനെ ഉള്ളവനും ഇല്ലാത്തവനും എന്ന് പറഞ്ഞൊരു വ്യവസ്ഥിതിയിൽ നിന്നാണ് എല്ലാവരെയും ഒരേപോലെ കണക്കാക്കണം, എല്ലാവർക്കും ഭൂമിയിൽ അവകാശമുണ്ടാകണമെന്നുള്ളൊരു ചിന്ത വരുന്നതും ആ ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് ഭൂപരിഷ്കരണം എന്ന് പറയുന്നത് ലോകത്തെല്ലായിടത്തും എത്തിപ്പെട്ടതും. അപ്രകാരം നമ്മുടെ നാട്ടിൽ നോക്കിയാൽ ഭൂമി ഇല്ലാത്ത ആളുകൾക്ക് ഭൂമി സംഘടിപ്പിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്. ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ടൊരു ഭരണകൂടം 1950-കൾക്ക് ശേഷമാണ് നമ്മളുടെ നാട്ടിൽ ഉണ്ടായി തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ 1950-കൾക്ക് ശേഷമാണ് ഭൂപരിഷ്കരണത്തെ സംബന്ധിച്ചുള്ള കാതലായിട്ടുള്ള നിയമങ്ങളെല്ലാം തന്നെ നമ്മുടെ നാട്ടിൽ ഉണ്ടായി തുടങ്ങിയത്. ഈ കാലയളവിൽ നമുക്കറിയാം 1951-ൽ ഭൂപരിഷ്കരണം നടപ്പിലാക്കുന്നതിനെക്കുറിച്ച് ഗവൺമെൻറ്റുകൾ ചിന്തിച്ചു തുടങ്ങുന്ന കാലഘട്ടത്തിൽ അധികമായി ഭൂമി കൈവശമുള്ള വ്യക്തികളിൽ നിന്ന് മിച്ച ഭൂമി പിടിച്ചെടുത്തിട്ട് അല്ലെങ്കിൽ മിച്ച ഭൂമി യാചിച്ച് വാങ്ങിച്ചെടുത്തുകൊണ്ട് ഭൂമിയില്ലാത്ത ആളുകൾക്ക് ഭൂമി നൽകുക എന്ന ലക്ഷ്യവുമായിട്ട് ഇറങ്ങിത്തിരിച്ച ഒരു മഹാനുഭാവനുണ്ടായിരുന്നു. ഗാന്ധിജിയുടെ ആത്മീയ പിൻഗാമി എന്ന പേരിൽ അറിയപ്പെട്ട ആചാര്യ വിനോബ ഭാവെയായിരുന്നു അത്. അദ്ദേഹത്തിൻ്റെ ഭൂദാന പ്രസ്ഥാനം പൊച്ചമ്പള്ളി എന്നുള്ള ഗ്രാമത്തിൽ നിന്നും 1951-ൽ ആരംഭിച്ച ഭൂദാന പ്രസ്ഥാനത്തെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അതെല്ലാം ഭൂപരിഷ്കരണ പ്രസ്ഥാനത്തിന് മുതൽക്കൂട്ടായിട്ടുള്ള മുന്നേറ്റങ്ങളാണ് എന്ന് നമുക്കറിയാം. എന്നാൽ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ പരീക്ഷയ്ക്ക് ചോദിക്കുക കേരളത്തിലെ ഭൂപരിഷ്കരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട് കേരളത്തിലെ ഭൂപരിഷ്കരണ പ്രസ്ഥാനങ്ങളെക്കുറിച്ച് നമുക്ക് ഇവിടെ ഒന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. ഇത്തരത്തിൽ ഭൂപരിഷ്കരണം എന്ന് പറഞ്ഞൊരു വാക്ക് വരുമ്പോൾ അവിടെ രണ്ട് രീതിയിലുള്ള ചിന്തകളാണ് നമ്മുടെ മനസ്സിൽ വരേണ്ടത്. ആരിൽ നിന്നാണ് ഭൂമി പരിഷ്കരിച്ചെടുക്കേണ്ടത്? ഭൂമി ധാരാളമായിട്ട് കൈവശം വച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്, അവരാണ് ജന്മിമാരെന്ന് പറയുന്ന ആൾക്കാർ, അല്ലേ? ജാഗീറുകളെന്ന് പറയുന്ന വലിയ വലിയ തുണ്ടുകളായിട്ട് ഭൂമി വിഭജിക്കപ്പെട്ടിരുന്നൊരു കാലഘട്ടമായിരുന്നു നമ്മുടെ മധ്യകാല ഇന്ത്യയൊക്കെ. അത്തരത്തിൽ ജാഗീറുകളുള്ള ആളുകൾ അത് ഭരിക്കുന്നതിന് വേണ്ടിയിട്ട് വീണ്ടും വീണ്ടും ഡിവൈഡ് ചെയ്തിട്ട് ജന്മിമാരെന്ന് പറഞ്ഞ വിഭാഗത്തിന് അനുവദിച്ചു കൊടുത്തു. അങ്ങനെയാണ് ജമീന്ദാർമാരെന്ന് പറഞ്ഞ വിഭാഗം ഉണ്ടാകുന്നതും ജമീന്ദാരി സിസ്റ്റം വരുന്നതും. ജമീന്ദാരി സിസ്റ്റത്തിന് കീഴിലാണ് കർഷകൻ വളരെ കഷ്ടപ്പെട്ട് ജീവിച്ച് ജന്മിമാരെ തീറ്റിപ്പോറ്റുവാൻ വേണ്ടി അധ്വാനിക്കുന്ന ഒരു അടിമയെപ്പോലെ ജീവിക്കേണ്ടുന്ന അവസ്ഥാവിശേഷം സംജാതമായി മാറിയത്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം ഒരു മാറ്റം വേണമെന്ന് ആഗ്രഹിച്ചു കൊണ്ടുവന്ന ഒരു വ്യവസ്ഥാപിത ചിന്താഗതിയാണ് സോഷ്യലിസം എന്ന് പറയുന്നത്. അതിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്ന ഒരു പ്രസ്ഥാനമുണ്ട്, അതാണ് കിസാൻ സഭ എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ത്യയിലെ കാര്യമാണ് പറയുന്നത്. അഖിലേന്ത്യാ കിസാൻ സഭ എന്ന് പറയുന്നൊരു പ്രസ്ഥാനമുണ്ട്. അത് 1936-ൽ ലക്നൌവിൽ രൂപീകരിക്കപ്പെട്ട പ്രസ്ഥാനമായിരുന്നു. സ്വാമി സഹജാനന്ദ സരസ്വതി ആയിരുന്നു ആദ്യത്തെ പ്രസിഡൻറ്റ്. NG രംഗ എന്ന് പറയുന്ന വ്യക്തി അതിൻ്റെ സെക്രട്ടറിയും ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. കൃഷിഭൂമി കർഷകന് നൽകുക എന്ന് പറയുന്ന ഒരു മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ബ്രിട്ടീഷുകാരുടെ തെറ്റായ കാർഷിക നയത്തിനെതിരെ സമരം ചെയ്യുന്ന പ്രസ്ഥാനമായിരുന്നു ഈ പ്രസ്ഥാനം. ഇത് പിന്നീട് ഇന്ത്യയിലെമ്പാടും പ്രചരിക്കാൻ തുടങ്ങി. ഇന്ത്യയിൽ എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാരുടെ പ്രവിശ്യയിൽ എമ്പാടും പ്രചരിക്കാൻ തുടങ്ങി. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കേരളത്തിലെ പല പ്രദേശങ്ങളിലും ഇത്തരത്തിലുള്ള പ്രസ്ഥാനങ്ങൾ സജീവമായി വന്നു. അന്ന് കേരളമില്ല, പകരമുള്ളത് തിരുവിതാംകൂറും കൊച്ചിയും മലബാറും എന്ന് പറയുന്ന 3 പ്രദേശങ്ങളാണ്.
അങ്ങനെ ഈ 3 പ്രദേശങ്ങളിലും കർഷകർക്ക് വേണ്ടി ശബ്ദമുയർത്തുന്നതിന് കർഷക സംഘടനകൾ സജീവമായി തുടങ്ങിയൊരു കാലഘട്ടമായിരുന്നു ഈ കാലഘട്ടം. അതിലേക്ക് നോക്കിയാൽ 1937 അഖിലേന്ത്യ മലബാർ അല്ലെങ്കിൽ അഖില മലബാർ കർഷക സംഘം എന്ന് പറയുന്ന ഒരു സംഘടന രൂപീകരിക്കപ്പെടുന്നത്. അഖില ഭാരത എന്നല്ല നമ്മൾ പറയേണ്ടത് അഖില മലബാറാണ്. കാരണം മലബാർ എന്ന് പറഞ്ഞത് പ്രത്യേകം ഒരു ഭൂപ്രദേശമാണ്. അതുകൊണ്ട് അഖില മലബാർ കർഷക സംഘം എന്ന് പറയുന്നൊരു സംഘടന ഇവിടെയുണ്ട്. അതേപോലെ അഭിനവ ഭാരത് യുവക് സംഘം എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു കർഷക സംഘടനയും ഇക്കാലത്ത് മലബാറിൽ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ വാഗ്ഭടാനന്ദ സ്വാമിയുടെയൊക്കെ നേതൃത്വത്തിൽ രൂപീകരിക്കപ്പെട്ട ഒരു കർഷക സംഘമായിരുന്നു അഭിനവ ഭാരത് യുവക് സംഘ് എന്ന് പറയുന്ന കർഷക സംഘടന. ഇത് മലബാറിലെ കർഷക സംഘടനയായിരുന്നു. ജന്മിത്തത്തിനെതിരായിട്ടും ഭൂമിയുടെ പരിഷ്കരണം ആവശ്യപ്പെട്ടുമൊക്കെ കൊണ്ട് പ്രവർത്തിച്ച സംഘടനയായിരുന്നു അഖില മലബാർ കർഷക സംഘം. ഇതേ മാതൃകയിൽ തിരുവിതാംകൂറിൽ പ്രവർത്തിച്ച സംഘടനയാണ് കൊച്ചിൻ കർഷക സഭ എന്ന പേരിൽ അറിയപ്പെട്ടത്. കൊച്ചിൻ കർഷക സഭ എന്ന പേരിൽ അറിയപ്പെട്ടൊരു സംഘടനയുണ്ട്. അത് 1940 കൊച്ചി എന്ന രാജ്യം കേന്ദ്രമാക്കി പ്രവർത്തിച്ച സംഘടനയാണ്. ഇതേപോലെ തന്നെ തിരുവിതാംകൂറിലും ഉണ്ടായിരുന്നു കർഷകരുടെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ കർഷകരുടെ യാതനകളും ബുദ്ധിമുട്ടുകളും ഭരണാധികാരികളുടെ മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട് കർഷകർക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ച സംഘടന. ആ സംഘടനയുടെ പേരായിരുന്നു തിരുവിതാംകൂർ കർഷക സംഘം. അങ്ങനെ തിരുവിതാംകൂർ കർഷക സംഘവും കൊച്ചി കർഷക സംഘവും അഖില മലബാർ കർഷക സംഘവും എല്ലാം കൂടി ചേർന്നുകൊണ്ട് വാദിച്ചത് ഒരേ ഒരു ആവശ്യം മാത്രമായിരുന്നു: കർഷകൻ്റെ യാതനകൾക്ക് ഒരു പരിഹാരമുണ്ടാക്കുക. കർഷകനെ വേദനിപ്പിക്കുന്നതാരാണ്? കർഷകനെ ബുദ്ധിമുട്ടിക്കുന്നതാരാണ്? അത് ജന്മിമാരാണ്. ജന്മിമാർ ആരാണ്? ഭൂമിയുടെ ഉടമകളാണ്. അപ്പോൾ ഭൂമിയുടെ ഉടമകൾ എന്ന് പറയുന്ന വിഭാഗത്തിൽ നിന്നും ഭൂമിയിലെ അടിമകൾ എന്ന് പറയുന്ന കർഷകർക്ക് മോചനം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രസ്ഥാനമായിരുന്നു ഈ പറയുന്ന കർഷക സംഘങ്ങൾ എന്ന് പറയുന്നത്. ഈ കർഷക സംഘങ്ങൾക്ക് ആവശ്യമൊന്നു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ: പകലന്തിയോളം പണിയെടുത്താലും പട്ടിണി മാറുന്നില്ല, അവൻ നികുതി കൊടുക്കേണ്ടി വരുന്നു, അവന് കഴിക്കാനില്ല, ഉടുക്കാനില്ല, അവൻ്റെ മക്കളെ പഠിപ്പിക്കുവാനാവുന്നില്ല. അതുകൊണ്ട് കർഷകൻ്റെ പ്രശ്നങ്ങൾ മുൻനിർത്തിക്കൊണ്ട് കർഷകർക്ക് കൃഷിഭൂമിയുടെ അവകാശം നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിൽ ഉദയം ചെയ്തു വന്ന രാഷ്ട്രീയ പ്രസ്ഥാനമായിരുന്നു 1939 പിണറായി എന്ന സ്ഥലത്തെ പാറപ്പുറത്ത് രൂപീകരിക്കപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേരള ഘടകം എന്ന് പറയുന്നത്. സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ കേരള ഘടകമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് രൂപാന്തരപ്പെട്ടത് എന്ന് നമുക്കറിയാം. ഈ സംഘടന മറ്റൊരു സംഘടനയ്ക്ക് പിറവി കൊടുക്കുന്നതിലേക്കൊക്കെ കാരണമായി. അതായത് 1936 ഓൾ ഇന്ത്യ പ്രോഗ്രസീവ് റൈറ്റേഴ്സ് അസോസിയേഷൻ എന്ന പേരിൽ അഖിലേന്ത്യാ പുരോഗമന കലാസാഹിത്യ സംഘം, നമ്മൾ പുകാസ എന്നൊക്കെ പറയുന്നൊരു കൂട്ടായ്മയില്ലേ, അതിൻ്റെ ആദ്യം രൂപമാണ്. 1936 ഓൾ ഇന്ത്യ പ്രോഗ്രസീവ് റൈറ്റേഴ്സ് അസോസിയേഷൻ എന്ന് പറയുന്നൊരു സംഘടന രൂപം കൊണ്ടിട്ടുണ്ടായിരുന്നു. ആ സംഘടനയുടെ ആശയങ്ങൾ കേരളത്തിൽ പ്രചരിപ്പിക്കുവാൻ വേണ്ടിയിട്ട് രൂപം കൊണ്ട പ്രസ്ഥാനമാണ് ജീവൽ സാഹിത്യ സംഘം എന്ന പേരിൽ അറിയപ്പെട്ടത്. ഈ ജീവൽ സാഹിത്യ സംഘം എന്ന് പറയുന്നത് CPI എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം, അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന സംഘടന രൂപീകരിക്കുന്നതിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മാത്രം രൂപീകരിക്കപ്പെട്ടതും ഇതിൻ്റെ പ്രചോദന ഫലമായിട്ടാണ് 1939 CPI രൂപം കൊണ്ടതും. CPI എന്നുള്ള പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്ക് അവർ തിരഞ്ഞെടുത്തത് കർഷകരുടെ മോചനമായിരുന്നു. അതാണ് കർഷകരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ് എന്ന് പറയുന്നതിൻ്റെ കാരണമായിട്ടുള്ളത്. കൃഷിഭൂമി കർഷകന് മേടിപ്പിച്ച് കൊടുക്കും, ജന്മിത്തത്തിൽ നിന്നും അവർക്ക് മോചനം കൊടുക്കും, ജന്മിമാരുടെ പീഡനങ്ങൾ അവസാനിപ്പിക്കും എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ശക്തി പ്രാപിച്ചത്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ശക്തി പ്രാപിച്ചതും അതേപോലെ തന്നെ ഈ ഭൂമിയുടെ ഉടമസ്ഥാവകാശത്തെ ചൊല്ലി കർഷകരും ജന്മിമാരും തമ്മിലുള്ള തർക്കവുമായിരുന്നു കേരളത്തിലെ കാർഷിക സമരങ്ങൾക്കും അതേപോലെ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വളർച്ചയ്ക്കുമൊക്കെ ഇവിടെ കാരണമായത്. അങ്ങനെ കർഷകരുടെ പ്രശ്നങ്ങൾ മുൻനിർത്തിക്കൊണ്ട് പ്രക്ഷോഭം നയിച്ച പ്രസ്ഥാനമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി 1957 ഏപ്രിൽ മാസം 5-ാം തീയതി അധികാരത്തിലെത്തുകയാണ്. CPIയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റാണ് ഇവിടെ രൂപീകരിക്കപ്പെട്ടത്. CPIയുടെ മുഖ്യമന്ത്രിയായിട്ട് EM ശങ്കരൻ നമ്പൂതിരിപ്പാട് അധികാരത്തിലെത്തുകയാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ മറ്റ് പ്രഗത്ഭന്മാരായിട്ടുള്ള മന്ത്രിമാരും ഉണ്ടായിരുന്നു. ഇവരാദ്യം ചെയ്ത നടപടി, ഇവർ അധികാരത്തിലെത്തിയത് കൃഷിഭൂമി കർഷകന് മേടിച്ചു കൊടുക്കുമെന്നുള്ള വാഗ്ദാനം കൊടുത്തുകൊണ്ടല്ലേ. അതുകൊണ്ട് ഈ പറയുന്ന ജന്മിമാർക്കൊരു പേടിയുണ്ടായി, ഇനി എങ്ങാനും കൃഷിഭൂമി കർഷകന് മേടിച്ചു കൊടുത്താലോ. അതുകൊണ്ട് ഈ ഗവൺമെൻറ് അധികാരത്തിലെത്തുന്നു എന്ന് കണ്ടപ്പോൾ തന്നെ ജന്മിമാർ ചെയ്ത പരിപാടി എന്ന് വെച്ചാൽ ഈ കുടികിടപ്പുകാരെ മുഴുവനും അവരുടെ ഭൂമിയിൽ നിന്ന് ഒഴിപ്പിച്ചു വിടാൻ തുടങ്ങി. അതായത് വാടകക്കാരെയൊക്കെ നമ്മൾ ഇറക്കി വിടുന്നില്ല, അതേപോലെ ഈ കൃഷിഭൂമി കൃഷി ചെയ്തുകൊണ്ടിരുന്ന കർഷകൻ കുടികിടപ്പുകാരനാണ്, അവനെ കുടികിടപ്പ് അവകാശത്തിൽ നിന്ന് ഒഴിവാക്കി പറഞ്ഞു വിടാൻ തുടങ്ങി. കാര്യം എന്താ, ഇവനെങ്ങാനും ഭൂമി കൊടുക്കേണ്ടി വന്നാലെന്നുള്ള പേടിയായിരുന്നു. അതുകൊണ്ട് ഈ ഗവൺമെൻറ് ആദ്യം ചെയ്ത നടപടി എന്ന് പറയുന്നത് 1957 ഏപ്രിൽ 10-ാം തീയതി ഇവർ ചെയ്ത പരിപാടി എന്നറിയാവോ? അതായത് ടു സ്റ്റേ ദ എവിക്ഷൻ പ്രൊസീഡിങ്സ് ആക്ട് എന്ന പേരിലൊരു നിയമം കൊണ്ടുവന്നു. അതായത് ഈ കുടികിടപ്പുകാരെ കൃഷിഭൂമിയിൽ നിന്നും ഒഴിപ്പിക്കുന്നത് തടയുന്നതിന് വേണ്ടിയുള്ള ഒരു നിയമമാണ് കൊണ്ടുവരുന്നത്. ഈ നിയമം കൊണ്ടുവന്നപ്പോൾ തന്നെ എന്തായി, കർഷകർക്ക് ഒരാശ്വാസമായി.
അതേപോലെ തന്നെ ജന്മിമാർക്ക് ഒരു പേടിയുമായി. പിന്നെയോ ഞങ്ങളെടുത്ത തീരുമാനം ഞങ്ങൾ നടപ്പിലാക്കുമെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? അതിന് വേണ്ടിയിട്ടൊരു നിയമം നിർമ്മിക്കേണ്ടി വരും. ഭൂപരിഷ്കരണത്തിന് വേണ്ടിയിട്ട് ഒരു നിയമം നിർമ്മിക്കേണ്ടി വരും. അതിനുവേണ്ടി സമഗ്ര ഭൂപരിഷ്കരണ നിയമം എന്ന പേരിൽ ഒരു നിയമം നിർമ്മിക്കാനായിട്ട് തീരുമാനിച്ചു. അതിനു വേണ്ടിയിട്ട് ഒരു കമ്മിറ്റി രൂപീകരിച്ചു. അക്കാലത്ത് ധനകാര്യമന്ത്രിയായിരുന്ന സി അച്യുതമേനോൻ കൺവീനറായിട്ട്, അതേപോലെ തന്നെ ഇ ചന്ദ്രശേഖരൻ നായർ, ഇ പി ഗോപാലൻ, സി എച്ച് കണാരൻ, കെ ആർ ഗൗരിയമ്മ എന്നിവർ അംഗങ്ങളായിട്ടും ഒരു കമ്മിറ്റി രൂപീകരിക്കപ്പെട്ടു. സമഗ്ര ഭൂപരിഷ്കരണ നിയമം എഴുതി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കമ്മിറ്റിയായിരുന്നു ഇത്. ഇതിലുണ്ടായിരുന്ന പ്രധാനികൾ ധനകാര്യമന്ത്രിയായിരുന്നു സി അച്യുതമേനോൻ, അദ്ദേഹമായിരുന്നു കൺവീനർ. പിന്നെയോ റവന്യൂ എക്സൈസ് വകുപ്പ് മന്ത്രിയായിരുന്ന കെ ആർ ഗൗരിയമ്മയും ഉണ്ടായിരുന്നു. അങ്ങനെ ഇവരുടെ ശ്രമഫലമായിട്ട് കേരള അഗ്രേറിയൻ റിലേഷൻസ് ബിൽ എന്ന പേരിലുള്ള കേരള കാർഷിക ബന്ധ ബില്ല് ഇവിടെ തയ്യാറാക്കപ്പെടുകയാണ്. ഈ ബില്ല് 1957 ഡിസംബറിലാണ് ഇത് ഏകദേശം തയ്യാറായിട്ട് വന്നത്. അതുകൊണ്ട് തന്നെ 1957 ഡിസംബർ മുതലുള്ള ആ ഒരു ഭൂമിയുടെ ക്രയവിക്രയങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം ചെയ്യുമ്പോൾ ഈ സമഗ്ര ഭൂപരിഷ്കരണ നിയമം ഉപയോഗിച്ചുകൊണ്ട് തന്നെ വേണമെന്നുള്ള ഒരു നിബന്ധനയായിരുന്നു ഇവർ മുന്നോട്ട് ചെയ്തിരുന്നത്. അതേപോലെ തന്നെ ഈ പറയുന്ന ബില്ലിൽ കുറച്ച് വ്യവസ്ഥകളുണ്ടായിരുന്നു. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട വ്യവസ്ഥകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ കേരള കാർഷിക ബന്ധ ബില്ലിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട വ്യവസ്ഥകൾ എന്തെല്ലാമാണ് എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ആ വ്യവസ്ഥകൾ തരുന്നു. പ്രധാനപ്പെട്ട 5 വ്യവസ്ഥകളായിരുന്നു ഈ പറയുന്ന കേരള കാർഷിക ബന്ധ ബിൽ അല്ലെങ്കിൽ കേരള അഗ്രേറിയൻ റിലേഷൻ ബില്ലിൽ ഉണ്ടായിരുന്നത്. ഇതിൻ്റെ കൺവീനർ ആരായിരുന്നു? സി അച്യുതമേനോനായിരുന്നു കേട്ടോ. മന്ത്രി ആരായിരുന്നു? റവന്യൂ വകുപ്പ് മന്ത്രി. കാരണം റവന്യൂ എന്ന് പറയുന്ന ഭൂമിയുമായി ബന്ധപ്പെട്ട വകുപ്പാണ്. അതുകൊണ്ട് ഇത് ബില്ല് അവതരിപ്പിക്കേണ്ടുന്ന മന്ത്രി എന്ന് പറയുന്നത് കെ ആർ ഗൗരിയമ്മ തന്നെയാണ് കേട്ടോ. ഇതിലെ വ്യവസ്ഥകൾ എന്തായിരുന്നു? കൈവശ ഭൂമിക്ക് പരിധി നിശ്ചയിക്കുക. അതായത് തോന്നിയ വാസം പോലെ ആർക്കും ഒരുപാട് ഭൂമിയൊന്നും അങ്ങനെ കൈവശം വയ്ക്കാനായിട്ട് സാധിക്കില്ല. ഒരു പരിധി എന്ന് പറയുന്നത് ഇവിടെ കൽപ്പിക്കപ്പെടും. പിന്നെയോ പാട്ടവ്യവസ്ഥകൾ റദ്ദ് ചെയ്യുക. ഭൂമിയുള്ളവൻ അവൻ്റെ ഭൂമി ഏതെങ്കിലും ഒരു കർഷകന് ഇത്ര വർഷത്തേക്ക് ഇത്ര രൂപയ്ക്ക് പാട്ടത്തിന് കൊടുക്കുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. ആ പാട്ടവ്യവസ്ഥകൾ എന്ന് പറയുന്നത് റദ്ദ് ചെയ്യുക എന്ന് പറയുന്നതായിരുന്നു രണ്ടാമത്തെ വ്യവസ്ഥ. പിന്നെയോ മൂന്നാമത്, ഈ പാട്ടത്തിന് ഭൂമി എടുക്കുന്നവൻ ജന്മിയുടെ ഭൂമിയിൽ ഒരു കുടിൽ വെച്ച് കെട്ടി കുടിയാൻ എന്ന പേരിൽ കിടക്കുന്നൊരവസ്ഥയുണ്ടായിരുന്നു. അതാണ് കുടികിടപ്പ് എന്ന് പറയുന്നത്. അങ്ങനെ കുടികിടക്കുന്നവനെ ആ കുടികിടക്കുന്ന ഭൂമിയിൽ അവകാശം കൊടുക്കുക. അതാണ് കുടികിടപ്പ് അവകാശം എന്ന് പറയുന്നത്. പിന്നെയോ പരിധിയിൽ കൂടുതൽ ഭൂമി ഉള്ള ആൾക്കാരുണ്ടല്ലോ, അവരിൽ നിന്ന് എന്ത് ചെയ്യുക? പിടിച്ചെടുക്കണം. എന്ത്? മിച്ച ഭൂമി പിടിച്ചെടുക്കണം. ആ മിച്ച ഭൂമി പിടിച്ചെടുത്തിട്ട് അത് സാധാരണക്കാർക്ക് വിതരണം ചെയ്യണം. അങ്ങനെ വിതരണം ചെയ്തുകൊണ്ട് ജന്മിത്തം അവസാനിപ്പിക്കണം. ഇതായിരുന്നു കേരള കാർഷിക ബന്ധ ബില്ലിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട വ്യവസ്ഥ എന്ന് പറയുന്നത്. ഇത് പ്രകാരം ഒരു കുടുംബത്തിന് കൈവശം വയ്ക്കാൻ പറ്റുന്ന ഭൂമിയുടെ പരമാവധി പരിധി നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. പരമാവധി പരിധി നിശ്ചയിക്കപ്പെട്ടു. അതായത് ഒരു കുടുംബം എന്ന് പറയുമ്പോൾ 5 അംഗ കുടുംബമാണ് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഒരു 5 അംഗങ്ങൾ വരെയുള്ള ഒരു കുടുംബത്തിന് കൈവശം വയ്ക്കാവുന്ന ഭൂമിയുടെ പരിധി ഈ പറയുന്ന കേരള കാർഷിക ബന്ധ ബില്ലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അത് പറഞ്ഞിരുന്ന ഇത്രയായിരുന്നു. അതായത് 15 ഏക്കർ പറമ്പ്, 5 അംഗങ്ങൾ വരെയുള്ള കുടുംബത്തിന് 15 ഏക്കർ പറമ്പ്, അതല്ലെങ്കിൽ 15 ഏക്കർ ഇരിപ്പു കൃഷി നിലം. ഇരിപ്പു നിലം എന്ന് വെച്ചാൽ വർഷത്തിൽ 2 വട്ടമെങ്കിലും കൃഷി ഇറക്കുന്നതിന് നമ്മൾ ഇരിപ്പു എന്ന് പറയാറുണ്ട്. പിന്നെ അതേപോലെയാണെങ്കിലോ 22.5 ഏക്കർ, 22.5 ഏക്കർ ഒരുപ്പൂ നിലം. അതായത് വർഷത്തിൽ ഒരു തവണയെങ്കിലും കൃഷി ഇറക്കുന്നത് ഒരുപ്പൂ നിലമാണെങ്കിൽ അങ്ങനെ 22.5 ഏക്കർ ഒരുപ്പൂ നിലം കൈവശം വയ്ക്കാം. പിന്നെയോ കൃഷി ഇറക്കാത്ത തരിശു ഭൂമിയാണെന്നുണ്ടെങ്കിൽ, അല്ലേ, ആ തരിശു ഭൂമിയാണെന്നുണ്ടെങ്കിൽ 30 ഏക്കർ തരിശു ഭൂമി 5 അംഗങ്ങൾ വരെയുള്ളൊരു കുടുംബത്തിന് കൈവശം സൂക്ഷിക്കാമെന്നാണ് പറയുന്നത്. അതായത് 5 അംഗ കുടുംബത്തിന് 15 ഏക്കർ പറമ്പ്, അതല്ലെങ്കിൽ 15 ഏക്കർ ഇരിപ്പൂ കൃഷി നിലം, അതല്ലെങ്കിൽ 22.5 ഏക്കർ ഒരുപ്പൂ കൃഷി നിലം. ഇനി അതുമല്ലെങ്കിലോ പരമാവധി 30 ഏക്കർ വരെയുള്ള തരിശ്. ഇതായിരുന്നു വ്യവസ്ഥ. ഇനി 5 അംഗത്തിന് മുകളിൽ ആ കുടുംബത്തിലുണ്ട്. എത്ര വരെ സൂക്ഷിക്കാം? 5 അംഗത്തിന് മുകളിലുണ്ടെങ്കിൽ ഓരോ അംഗത്തിനും ഓരോ ഏക്കർ വീതം ഈ പറഞ്ഞിരിക്കുന്ന അളവുണ്ടല്ലോ അതിന് മുകളിലേക്ക് വരും. അങ്ങനെ മുകളിലേക്ക് വന്നാൽ പരമാവധി എത്ര വരെ വരാൻ സാധിക്കും? പരമാവധി 25 ഏക്കർ വരെ വരാൻ സാധിക്കും. പരമാവധി 25 ഏക്കർ. അതായത് 5 അംഗത്തിന് പുറമേയുള്ള ഓരോ അംഗത്തിനും പരമാവധി ഓരോ ഏക്കർ വെച്ച് കൊടുത്താൽ 25 ഏക്കർ വരെയാണ് പരമാവധി സൂക്ഷിക്കാനായിട്ട് സാധിക്കുക. അതിൽ കൂടാൻ പാടില്ല. ഇനി അതിൽ കൂടുതലുണ്ടെങ്കിലോ, ഇപ്പോൾ ഒരു 50 ഏക്കർ ഉണ്ടെന്ന് വയ്ക്കുക, അവർക്ക് എന്ത് ചെയ്യും? 25 കഴിഞ്ഞിട്ട് ബാക്കിയുള്ള 25 എന്ത് ചെയ്യും? ഗവൺമെൻറ് നഷ്ടപരിഹാരം കൊടുത്തിട്ട് ഏറ്റെടുത്തിട്ട് ആ ഏറ്റെടുക്കുന്ന ഭൂമി എന്ന് പറയുന്നത് ഭൂമിയില്ലാത്ത സാധാരണക്കാർക്ക് വിതരണം ചെയ്യുന്നു. അതായിരുന്നു ഈ പറയുന്ന കേരള കാർഷിക ബന്ധ ബില്ലിൽ ഉൾപ്പെടുത്തിയിരുന്നത്. ഇതിലൊരു കാര്യം ചെയ്തിരുന്നു,
തോട്ടങ്ങൾ, ജനവാസയോഗ്യമായ ഭൂമിയാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള തോട്ടങ്ങളുണ്ടല്ലോ, കിഴക്കൻ മലയോര മേഖലയിലേക്കുള്ള തോട്ടങ്ങൾ, ആ തോട്ടങ്ങളെ ഈ പറയുന്ന പരിധിയിൽ നിന്നും ഒഴിവാക്കിയിരുന്നു. അതായത് തോട്ടങ്ങൾ എന്ന് പറയുന്നത് ഒഴിവാക്കപ്പെട്ടിരുന്നു. അങ്ങനെയുള്ള ഈ നിയമം 1959 ജൂൺ മാസം 10 കേരളത്തിലെ നിയമസഭ പാസ്സാക്കി. ഇതാണ് ഭൂപരിഷ്കരണ ബില്ലെന്ന് പറയുന്നത്. അങ്ങനെ കേരള നിയമസഭ ഭൂപരിഷ്കരണ ബില്ല് പാസ്സാക്കിയിട്ട് എന്ത് ചെയ്തു? ഇത് ഗവർണർക്ക് വിട്ട് ഗവർണർ രാഷ്ട്രപതിക്ക് ശുപാർശ ചെയ്തു. 10 ഈ ബില്ല് വന്നതോടുകൂടി ഭൂമിയെല്ലാം നഷ്ടപ്പെട്ടു പോകുമോ എന്ന ആശങ്ക ഇവിടെയുള്ള ജന്മിമാർക്ക് എല്ലാവർക്കുമായിട്ട് ഉണ്ടായി. അതോടുകൂടി ഇവിടെ ഒരു പുതിയ സമരം അങ്ങോട്ട് ആരംഭിക്കുകയാണ്. 1959 അല്ലേ, ഒരു സമരമായിരുന്നു. ജൂൺ മാസം 12 തൊട്ട് ഇവിടെ ഒരു സമരത്തിനെ കൊപ്പ് കൂട്ടുകയാണ്. ആ സമരമായിരുന്നു ഏതെന്ന് പറയുന്നത്, പ്രക്ഷോഭമായിരുന്നു ഏതെന്ന് പറയുന്നത്, വിമോചന അസമരം എന്നൊക്കെ പറയുന്നത്. അതായത് ഭൂമി നഷ്ടപ്പെടുമെന്ന് ഉറപ്പായപ്പോൾ ജന്മിമാരുടെ എല്ലാവരുടെയും നേതൃത്വത്തിൽ ഈ ഗവൺമെൻറ്റിനെതിരായിട്ട് വന്നൊരു സമരമായിരുന്നു ഈ പറയുന്ന ഏത് സമരം? അവിമോചന സമരം എന്ന് പറയുന്നത്. ആ വിമോചന സമരത്തെ തുടർന്ന് 1959 ജൂലൈ മാസം 31 ഇന്ത്യൻ ഭരണഘടനയിലെ 356 ആർട്ടിക്കിൾ ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയെ പിരിച്ചുവിടുകയാണ്. അങ്ങനെ മന്ത്രിസഭ പിരിച്ചുവിട്ട് പിന്നെ കുറച്ചു കാലം അനിശ്ചിതത്വമായിരുന്നു. പിന്നീടൊരു ഗവൺമെൻറ് വരികയാണ്, അധികാരത്തിലെത്തുകയാണ്. ആ ഗവൺമെൻറ് പക്ഷേ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ നേതൃത്വമുള്ള ഗവൺമെൻറ് അല്ല. ഒന്നാമത്തെ ഗവൺമെൻറ് നമ്മൾ CPI ഗവൺമെൻറ് എന്ന് വിശേഷിപ്പിക്കാൻ കാര്യം CPIക്ക് പൂർണ്ണമായ ഭൂരിപക്ഷം ഉള്ളതുകൊണ്ടായിരുന്നു. രണ്ടാമത്തെ മന്ത്രിസഭയെ നമ്മൾ വിളിച്ച പേരച്ച മുക്കൂട്ട് മുന്നണി എന്ന് വിളിച്ചായിരുന്നു. കാരണം കോൺഗ്രസ്, ലീഗ്, PSP ഈ 3 പാർട്ടികളുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയായിരുന്നു. മുഖ്യമന്ത്രിയായിട്ടുണ്ടായിരുന്നയാൾ പട്ടം താണുപിള്ളയായിരുന്നു. അങ്ങനെ പട്ടം താണുപിള്ള മുഖ്യമന്ത്രി ആയിരിക്കുന്ന കാലത്താണ് ഈ പറയുന്ന 1959 ജൂൺ മാസം 10 EMSൻ്റെ നേതൃത്വത്തിലുള്ള ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ പാസ്സാക്കിയ ബില്ല് രാഷ്ട്രപതി തിരിച്ചിങ്ങോട്ട് അയക്കുന്നത്. അങ്ങനെ രാഷ്ട്രപതി ബില്ല് തിരിച്ചയച്ചു 1960 ജൂലൈ മാസം 27. അതായത് കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയുടെ ബില്ല് എനിക്ക് പാസ്സാക്കാൻ ബുദ്ധിമുട്ടുണ്ട്, ചില മാറ്റങ്ങൾ ഇതിൽ വരുത്തണം എന്ന് പറഞ്ഞിട്ട് ബില്ല് രാഷ്ട്രപതി ഇങ്ങോട്ടേക്ക് തിരിച്ചയച്ചു. അങ്ങനെ രാഷ്ട്രപതി ഈ ബില്ല് തിരിച്ചയച്ചത് പട്ടം താണുപിള്ള മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ്. അങ്ങനെ രാഷ്ട്രപതി നിർദ്ദേശിച്ച മാറ്റങ്ങൾ വരുത്തിയപ്പോൾ എന്തായി? ഈ ബില്ലിൽ വെള്ളം ചേർക്കപ്പെട്ടു, അല്ലെങ്കിൽ ബില്ലിലുണ്ടായിരുന്ന പല കാര്യങ്ങളും മാറ്റപ്പെട്ടു. അങ്ങനെ ഭേദഗതി വരുത്തിയ ബില്ല് എന്ത് ചെയ്തു? വീണ്ടും രാഷ്ട്രപതിക്ക് അയച്ചു കൊടുത്തു. അങ്ങനെ 1961 ജനുവരി മാസം 21 രാഷ്ട്രപതി ഈ ബില്ലിൽ ഒപ്പുവെച്ചു. രാഷ്ട്രപതി ബില്ലിൽ ഒപ്പുവെച്ചെങ്കിലും 1961 ഫെബ്രുവരി മാസം 15 മുതലാണ് ഈ ബില്ല് പ്രാബല്യത്തിൽ വന്നത്. ഇതായിരുന്നു നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ ഭൂപരിഷ്കരണ നിയമം എന്ന പേരിൽ അറിയപ്പെട്ടത്. ഇതിന് കുറേ പോരായ്മകളുണ്ടായിരുന്നു. എന്തെല്ലാമായിരുന്നു ഇതിൻ്റെ പോരായ്മകൾ എന്ന് നമുക്കൊന്ന് നോക്കാം, അല്ലേ? എന്തായിരുന്നു ഇതിൻ്റെ പോരായ്മകൾ? ഇതിൻ്റെ ഒന്നാമത്തെ പോരായ്മ എന്ന് പറയുന്നതായിരുന്നു ഈ നിയമത്തിന് മുൻകാല പ്രാബല്യം എന്ന് പറയുന്നത് ഉണ്ടായിരുന്നു. 1957 ഡിസംബർ മാസം മുതൽ മുൻകാല പ്രാബല്യം കൊടുത്തുകൊണ്ടായിരുന്നു കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ ഈ പറയുന്ന ബില്ല്, കർഷക ബന്ധ ബില്ല് പാസ്സാക്കിയിരുന്നത്. പക്ഷേ ഇവിടെ എന്ത് സംഭവിച്ചു? 1957 ഡിസംബർ മുതലുള്ള മുൻകാല പ്രാബല്യം എന്ന് പറയുന്നത് റദ്ദ് ചെയ്തിട്ട് 1960 ജൂലൈ 27 മുതൽ എന്നാക്കി. അപ്പോൾ എന്താ സംഭവിച്ചത്? അപ്പോൾ സംഭവിച്ച കാര്യം വേറൊന്നുമല്ല, ഇതിനിടയിൽ ഈ ഭൂമിയുടെ രജിസ്ട്രേഷനൊക്കെ കുറേ ആൾക്കാർ നടത്തി ഗവൺമെൻറ് ഭൂമി കൊണ്ടുപോകാതിരിക്കാനുള്ള നടപടികളൊക്കെ നോക്കിയായിരുന്നു. എനിക്കിപ്പോൾ 50 ഏക്കർ ഉണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു? എൻ്റെ 50 ഏക്കർ എന്ന് പറയുന്നത് എൻ്റെ ചേട്ടൻ്റെ കുടുംബത്തിനോ എൻ്റെ അനിയൻ്റെ കുടുംബത്തിനോ ആർക്കെങ്കിലുമൊക്കെ ഇഷ്ടദാനമൊക്കെ കൊടുത്ത് ഭൂമി സർക്കാർ കൊണ്ടുപോകാതിരിക്കാനുള്ള പരിപാടി നടത്തും. അതായത് പ്രമാണങ്ങൾ നടത്തും. അങ്ങനെ പ്രമാണം നടത്തി ഭൂമി ഗവൺമെൻറ് ഏറ്റെടുക്കാതിരിക്കാനുള്ള പരിപാടികളൊക്കെ പലരും നടത്തിയിട്ടുണ്ട്. അങ്ങനെ ഈ പറയുന്ന 57-നും 1960-നും ഇടയിൽ ഏകദേശം 18 ലക്ഷത്തോളം പ്രമാണങ്ങളാണ് നടപ്പിലാക്കപ്പെട്ടത്. അല്ല, 18 ലക്ഷത്തോളം പ്രമാണങ്ങൾ നടന്നു എന്ന് വെച്ചാൽ ഗവൺമെൻറ്റിന് അത്രയും ഭൂമി എന്ന് പറയുന്നത് പിടിച്ചെടുക്കാൻ സാധിക്കാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുകയാണ് ഉണ്ടായത്. കാരണം മറ്റൊന്നുമില്ല, മുൻകാല പ്രാബല്യം എന്ന് പറയുന്നത് 57 മുതലുള്ളത് റദ്ദ് ചെയ്തിട്ട് 60 ജൂലൈ 27 മുതലുള്ളത് കൊണ്ടുവരികയാണ്. അതാണ് അത്തരത്തിൽ 18 ലക്ഷത്തോളം പ്രമാണങ്ങൾ രജിസ്റ്റർ ചെയ്തു എന്നാണ് നമ്മളിവിടെ പറഞ്ഞത്. അങ്ങനെ ഗവൺമെൻറ്റിനെ ഒരു പിടി നഷ്ടപ്പെടുത്തിയ ഒരു തീരുമാനം കൂടിയായിരുന്നു ഇത്. മാത്രമല്ല ഇവിടെ എന്താണ്, ഈ ഭൂമി സംബന്ധിച്ച് അതായത് ചില വ്യവസ്ഥകളുണ്ടായിരുന്നല്ലോ. നമ്മുടെ കേരള കർഷക ബന്ധ ബില്ലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില വ്യവസ്ഥകളുണ്ടായിരുന്നു. അത് ഒന്നുവെച്ചാൽ ഉടമാവകാശം എന്നതിനെ സംബന്ധിച്ചായിരുന്നു, അതേപോലെ ഭൂമിയെ സംബന്ധിച്ചായിരുന്നു. അപ്പോൾ ഭൂമിയെ സംബന്ധിച്ച്, ഭൂമിയുടെ ഉടമാവകാശം സംബന്ധിച്ച്, ഭൂമിയുടെ പരിധി സംബന്ധിച്ച്, ഈ ഭൂമിയിൽ കർഷകന് എത്രത്തോളം അവകാശം കൊടുക്കാമെന്നതിനെ സംബന്ധിച്ച്, കുടികിടപ്പിനെ സംബന്ധിച്ച് മുതലായ വ്യവസ്ഥകളൊക്കെ ഉണ്ടായിരുന്നു. ആ വ്യവസ്ഥകളൊന്നും തന്നെ തൊട്ടിട്ടില്ലായിരുന്നു.
അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും 41 മുതൽ 56 വരെ ഉണ്ടായിരുന്ന ബില്ലിലുണ്ടായിരുന്ന വ്യവസ്ഥകൾ, 61 തൊട്ട് 76 വരെ ഈ ബില്ലിലുണ്ടായിരുന്ന വ്യവസ്ഥകൾ, അതേപോലെ 8-ാമത്തെയും 59-ാമത്തെയും വ്യവസ്ഥകൾ, ഇതെല്ലാം പ്രതിപാദിച്ചിരുന്നത് എന്തിനെക്കുറിച്ചാണ്? ഭൂമിയെ സംബന്ധിച്ച്, ഭൂമിയുടെ ഉടമസ്ഥാവകാശത്തെ സംബന്ധിച്ച്, ഭൂമിയെ പിടിച്ചെടുക്കുന്നതിനെ സംബന്ധിച്ച്, പരിധിയെ സംബന്ധിച്ചൊക്കെയായിരുന്നു. അതൊന്നും ഇല്ലാതെ, അതൊന്നും ഉൾപ്പെടുത്താതെയാണ് ഈ പറയുന്ന ഭൂപരിഷ്കരണ നിയമം 1960 ജൂലൈ മാസം 27-ാം തീയതി തിരിച്ചയച്ച ഈ ഗവർണർ തിരിച്ചയച്ച ഈ ബില്ല് 1961 ജനുവരി മാസം 21-ാം തീയതി മുതൽ എന്താണ് പാസ്സാക്കിയിട്ട് 1961 ഫെബ്രുവരി 15 മുതൽ പ്രാബല്യത്തിൽ വന്നത്. അതായത് അയച്ച സാധനം അല്ല ഇവിടെ പാസ്സായി കിട്ടിയത് എന്നാണ് പറയുന്നത്. പിന്നെ മാത്രമല്ല എന്ത് ചെയ്തു, ഇത് കേരളം മുഴുവനും പ്രാബല്യത്തിൽ വന്നുമില്ല. അതായത് 1961 ഡിസംബർ മാസത്തിൽ ഈ കാസർഗോഡ്, അതേപോലെ ഹോസ്ദുർഗ് മുതലായ താലൂക്കുകളിലെ ജന്മിമാർ കോടതിയെ സമീപിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾ മദ്രാസ് ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന ആൾക്കാരായിരുന്നു. മദ്രാസിലുണ്ടായിരുന്നൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു, അത് റയട്ട് വാരി എന്ന് പറഞ്ഞൊരു സമ്പ്രദായമാണ്. ബ്രിട്ടീഷുകാരുടെ കാലത്തുണ്ടായിരുന്ന കാർഷിക രീതിയാണ് റയട്ട് വാരി എന്നുള്ള സമ്പ്രദായം. ഞങ്ങൾ ആ റയട്ട് വാരി സമ്പ്രദായം അനുസരിച്ചാണ് കാലാകാലങ്ങളായി, പതിറ്റാണ്ടുകളായിട്ട് ഭൂമി കൈമാറ്റം ചെയ്തും കൃഷി ചെയ്തും വരുന്നത്. ഞങ്ങളെ ഈ പറയുന്ന ഈ കർഷക ബന്ധ ബില്ലിൽ നിന്ന് ഒഴിവാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവർ കോടതിയിൽ ഒരു ഹർജി കൊടുത്തു. കോടതി അത് ഫയലിൽ സ്വീകരിച്ചിട്ട് ഈ പറഞ്ഞ മേഖല എന്ത് ചെയ്തു, കാസർഗോഡ്, ഹോസ്ദുർഗ് മുതലായ മേഖലയെ റൈറ്റ് വാരി സിസ്റ്റത്തിൽ തുടരുന്നതിന് അനുവദിച്ചു. അവരെ നമ്മുടെ കർഷക ബന്ധ ബില്ലിൽ നിന്നും ഒഴിവാക്കി. ഇതോടുകൂടി അവിടെയുള്ള കുടിയാന്മാരെന്ന് പറയുന്ന ആളുകളുടെ അവകാശങ്ങൾ എന്ന് പറയുന്നത് എന്നേക്കുമായി നഷ്ടപ്പെടുന്നു എന്ന് കണ്ടപ്പോൾ നമ്മുടെ കേരള ഗവൺമെൻറ്റിനെ അത് മോശമായിട്ട് തോന്നി എന്ത് ചെയ്തു, അങ്ങനെ കേരള കുടിയാൻ സംരക്ഷണ നിയമം എന്ന് പറഞ്ഞുകൊണ്ട് കുടിയിറക്കാൻ പാടില്ല ഈ കുടിയാനെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നിയമം കൊണ്ടുവരികയാണ്. അപ്പോൾ അങ്ങനെയുള്ള നിയമമാണ് കേരള കുടിയാൻ നിയമം എന്ന പേരിൽ അറിയപ്പെട്ടത്. തുടർന്ന് മറ്റൊരു ഗവൺമെൻറ് ഇവിടെ വരികയാണ്. ആ ഗവൺമെൻറ്റാണ് 1963 ആർ ശങ്കറിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്. അങ്ങനെ ആർ ശങ്കറിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് 1963 വന്നിട്ട് കേരള ഭൂപരിഷ്കരണ നിയമം എന്ന പേരിൽ പ്രത്യേകമായിട്ട് എന്ത് ചെയ്യുകയാണ്, ഈ നിയമത്തിനൊരു മാറ്റം വരുത്തിക്കൊണ്ട് പുതിയ ഒരു നിയമം കൊണ്ടുവരുവാനായിട്ടൊരു ശ്രമം നടത്തുകയാണ്. ഏത്, കേരള കാർഷിക ബന്ധ ബില്ല് മാറ്റിവെച്ചിട്ട് പുതിയൊരു നിയമം കൊണ്ടുവരികയാണ്. അതായത് കേരള ഭൂപരിഷ്കരണ നിയമം എന്ന പേരിൽ ആർ ശങ്കറിൻ്റെ കാലത്ത് ഒരു നിയമം കൊണ്ടുവരാൻ ശ്രമം നടത്തുന്നു. ഇത് 1964 ഒന്നാം നിയമം എന്ന പേരിൽ അറിയപ്പെട്ടൊരു നിയമമാണ്. 1964 ഒന്നാം നിയമം എന്ന പേരിൽ അറിയപ്പെട്ടത് ഈ പറയുന്ന കേരള ഭൂപരിഷ്കരണ നിയമമാണ്. 1963 മാത്രമല്ല ഇതിനെ സംബന്ധിച്ച് കേസുകളും കൂട്ടങ്ങളും ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ ഭരണഘടനയുടെ 17-ാമത്തെ ഭേദഗതി പ്രകാരം, കേട്ടോ, 17-ാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരം 9-ാമത്തെ പട്ടികയിലിട്ടു. 1951 ഒന്നാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരം നിലവിൽ വന്ന പട്ടികയാണ് 9-ാമത്തെ പട്ടിക. 9-ാമത്തെ പട്ടികയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ 9-ാമത്തെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്ന വിഷയങ്ങളെ സംബന്ധിച്ച് കോടതിയുടെ മുന്നിൽ ആർക്കും ചോദ്യവുമായിട്ട് പോകാൻ പറ്റില്ലായിരുന്നു എന്നുള്ളായിരുന്നു വ്യവസ്ഥ. 2007 അതൊക്കെ മാറ്റിയിട്ടുണ്ട്, കേട്ടോ. അപ്പം അങ്ങനെ ആർ ശങ്കറിൻ്റെ കാലത്ത് ഇത് സംഭവിച്ചു. പിന്നീട് ആർക്കൊന്നും ചോദ്യം ചെയ്യാൻ പറ്റിയിട്ടില്ല ഇതിനെക്കുറിച്ച്. പിന്നീട് 1967 വീണ്ടും എം ശങ്കരൻ നമ്പൂതിരിപ്പാടിൻ്റെ നേതൃത്വത്തിൽ ഒരു മുന്നണിയാണ് അധികാരത്തിൽ വരുന്നത്. ആ മുന്നണിയാണ് സപ്തകക്ഷി മുന്നണി മന്ത്രിസഭ എന്ന പേരിൽ അറിയപ്പെട്ടത്. ഈ സപ്തകക്ഷി മുന്നണി മന്ത്രിസഭ വന്നു. അവർ 32 മാസം കഴിഞ്ഞിട്ടാണ് ഈ പറയുന്ന കേരള ഭൂപരിഷ്കരണ നിയമത്തിൻ്റെ ഒരു ഭേദഗതി കൊണ്ടുവരുന്നത്. അങ്ങനെ കേരള ഭൂപരിഷ്കരണ ഭേദഗതി നിയമം കൊണ്ടുവരികയാണ്. 1967 അധികാരത്തിലെത്തിയ സപ്തകക്ഷി മുന്നണി മന്ത്രിസഭയാണിത് കൊണ്ടുവരുന്നത്. അവരുടെ കാലാവധി 1969 ഏകദേശം ഘടകകക്ഷികളെല്ലാം തമ്മിലടിച്ച് പിരിഞ്ഞു പോകുന്നൊരു ഘട്ടം വന്നു. പക്ഷേ അതിനു മുൻപ് തന്നെ ഇത് നിയമസഭയിൽ അവതരിപ്പിച്ച് പാസ്സാക്കി പ്രധാനപ്പെട്ടൊരു കടമ്പ കടന്നു. പക്ഷേ 1959 പാസ്സാക്കിയ നിയമത്തിൻ്റെ അവസ്ഥ നമുക്കറിയാം. ഇവിടുന്ന് പാസ്സാക്കിയ സാധനം അവിടെ ചെന്നപ്പോൾ രാഷ്ട്രപതിയെ കൊണ്ട് എന്ത് ചെയ്തു, തിരുത്തിച്ചിങ്ങോട്ടേക്ക് വിട്ടതാണ് കേന്ദ്രം ഭരിക്കുന്ന ഗവൺമെൻറ്. അതുകൊണ്ട് തന്നെ ഈ ബില്ലിൻ്റെയും അവസ്ഥയൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ള ചിന്ത നിലനിൽക്കുന്ന ഘട്ടത്തിലാണ് 1969 നവംബർ മാസം 1-ാം തീയതി ഐക്യമുന്നണി എന്ന പേരോട് കൂടിയിട്ടൊരു ഗവൺമെൻറ് വരുന്നത്. അതായത് CPI 1957 കേരളത്തിൽ ആദ്യമായിട്ട് അധികാരത്തിലെത്തിയ പാർട്ടി. ആ പാർട്ടിയുടെ കൂടെ ഇത്തവണ കൂട്ടാറുണ്ട്, കോൺഗ്രസ്സും ഉണ്ട്. കെ കരുണാകരൻ്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ്സും ഉണ്ട്. അങ്ങനെ CPI ഗവൺമെൻറ് ഉണ്ടാക്കിയാണ്. ആ മുന്നണിയുടെ പേരാണ് ഐക്യ മുന്നണി എന്നാണ് അറിയപ്പെട്ടത്. ഐക്യമുന്നണിയുടെ മുഖ്യമന്ത്രിയായിട്ട് വന്ന വ്യക്തിയാണ് C. അച്യുതമേനോൻ. അതായത് ചരിത്രത്തിൻ്റെ നിയോഗം എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. 1957 അഗ്രേറിയൻ റിലേഷൻ ബിൽ എന്ന കാർഷിക ബന്ധ ബില്ല് എഴുതി തയ്യാറാക്കിയ കൺവീനർ
കൃഷിഭൂമി കർഷകന് കൊടുക്കണമെന്നും ജന്മിത്വം അവസാനിപ്പിക്കണമെന്നും മിച്ചഭൂമി പിടിച്ചെടുത്ത് സാധാരണക്കാരന് കൊടുക്കണമെന്നും പറഞ്ഞുകൊണ്ട് 1957 നമ്മുടെ കേരളത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഈ CPIയുടെ സംസ്ഥാന സെക്രട്ടറിയൊക്കെ ആയിട്ടിരുന്ന വ്യക്തിയാണ് അച്യുതമേനോൻ. പിന്നീടാണ് അദ്ദേഹം ഇലക്ഷൻ മത്സരിച്ച് മന്ത്രിയൊക്കെ ആയിട്ട് വരുന്നത്. അപ്പോൾ അച്യുതമേനോൻ്റെ ഒരു നിയോഗമാണ് നമുക്ക് കണക്കാക്കാം. ഏത്? ഈ പറയുന്ന ബിൽ അവതരിപ്പിക്കാനായിട്ടുള്ള ഒരു ഭാഗ്യവും നടപ്പിലാക്കാനായിട്ടുള്ളൊരു ഭാഗ്യവും അദ്ദേഹത്തിനാണ് കിട്ടിയത്. അതുകൊണ്ട് തന്നെ കേരള ഭൂപരിഷ്കരണത്തിൻ്റെ ശില്പി ആരെന്ന് ചോദിച്ചാൽ EMSO, ആർ ശങ്കറോ, പട്ടം താണപ്പിള്ളയോ ഒന്നും തന്നെയല്ല, അച്യുതമേനോൻ തന്നെയാണെന്ന് കണ്ണും പൂട്ടി നമുക്ക് പറയാൻ പറ്റുന്നൊരു കാര്യമാണ്. ചിലപ്പോൾ രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസമുള്ള ആൾക്കാർ കാണും, പക്ഷേ എന്നാലും ഭൂപരിഷ്കരണത്തെക്കുറിച്ച് പഠിക്കുന്ന ഏതൊരാൾക്കും പറയാൻ പറ്റുന്ന പേര് അച്യുതമേനോൻ്റെ പേര് തന്നെയാണ്. അപ്പം അങ്ങനെ അച്യുതമേനോൻ 1969 നവംബർ മാസം 1-ാം തീയതി ഐക്യമുന്നണി മന്ത്രിസഭ രൂപീകരിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയായിട്ട് അധികാരത്തിൽ വരികയാണ്. ഈ ഐക്യമുന്നണി മന്ത്രിസഭയുടെ സമ്മർദ്ദത്തിൻ്റെ ഫലമായിട്ട് രാഷ്ട്രപതി ഈ പറയുന്ന ബില്ലിൽ ഒപ്പുവയ്ക്കുന്നു. ഭൂപരിഷ്കരണ ഭേദഗതി നിയമത്തിൽ രാഷ്ട്രപതി ഒപ്പുവയ്ക്കുന്നു. അങ്ങനെ 1970 ജനുവരി മാസം 1-ാം തീയതി പ്രസിഡൻറ്റിൻ്റെ അംഗീകാരത്തോടു കൂടിയിട്ട് ഭൂപരിഷ്കരണ ഭേദഗതി നിയമം ഇവിടെ നടപ്പിലാവുകയാണ്. അങ്ങനെ ഭൂപരിഷ്കരണ ഭേദഗതി നിയമം നടപ്പിലായി. 57 EMSൻ്റെ മന്ത്രിസഭയ്ക്കോ 67 അധികാരത്തിലെത്തിയ EMSൻ്റെ മന്ത്രിസഭയ്ക്കോ സാധിക്കാതിരുന്ന കാര്യമാണ് 1969 നവംബർ മാസം 1-ാം തീയതി അധികാരത്തിലെത്തിയ അച്യുതമേനോൻ്റെ മന്ത്രിസഭയ്ക്ക് സാധിച്ചത് എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത. അതുകൊണ്ട് തന്നെയാണ് കേരളം കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും ക്രാന്തദർശിയായിട്ടുള്ള, ഏറ്റവും കൂടുതൽ വികസനങ്ങൾ നടപ്പിലാക്കിയിട്ടുള്ള, ഒരു തവണ മുഖ്യമന്ത്രിയായിട്ടിരുന്നിട്ട് വീണ്ടും തിരഞ്ഞെടുപ്പിന് നേരിട്ട് അധികാരത്തിൽ തിരിച്ചെത്തിയ ആദ്യത്തെ മുന്നണിയുടെ നായകൻ എന്നൊക്കെയുള്ള പേരിൽ അച്യുതമേനോൻ അറിയപ്പെടുന്നത്. അച്യുതമേനോൻ്റെ ഭരണകാലമാണ് കേരളത്തിൻ്റെ ആധുനിക കേരള ഭരണത്തിൻ്റെ സുവർണ്ണ കാലഘട്ടമെന്നും അറിയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ നോക്കിയാൽ എന്തായിരുന്നു 1970 ജനുവരി മാസം 1-ാം തീയതി നിലവിൽ വന്ന ഈ ഭൂപരിഷ്കരണ നിയമത്തിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ അതിലേറ്റവും പ്രധാനപ്പെട്ട സംഭവമായിരുന്നു, അതായത് കുടികിടപ്പുകാർക്ക് അവർ കുടികിടക്കുന്ന ഭൂമിയിൽ നിന്നും ഇറങ്ങേണ്ടുന്ന അവസ്ഥ ഒഴിവായി കിട്ടി. പഞ്ചായത്തുകളിൽ കുടികിടപ്പുകാർക്ക് 10 സെൻറ്റ് ഭൂമി, മുനിസിപ്പാലിറ്റികളിലാണെങ്കിൽ 5 സെൻറ്റ് ഭൂമി, കോർപ്പറേഷനിലാണെന്നുണ്ടെങ്കിൽ 3 സെൻറ്റ് ഭൂമി അനുവദിക്കപ്പെട്ടു. മാത്രമല്ല ജന്മിത്വം എന്ന് പറയുന്ന വ്യവസ്ഥിതി എന്നേക്കുമായിട്ട് അവസാനിപ്പിക്കപ്പെടുകയാണ്. ജന്മിത്വം എന്നേക്കുമായിട്ട് അവസാനിപ്പിച്ചു. കൃഷിഭൂമിയിൽ കർഷകൻ ഉടമസ്ഥനായിട്ട് മാറ്റപ്പെടുകയാണ്. അതേപോലെ ഒരാൾക്ക് കൈവശം വയ്ക്കാവുന്ന കൃഷിഭൂമിയുടെ പരിധി എന്ന് പറയുന്നത് നിശ്ചയിക്കപ്പെട്ടു. ഇത് പ്രകാരം 1970 ജനുവരി മാസം 1-ാം തീയതി 25,36,000 പേർ, അഥവാ 25.36 ലക്ഷം പേരാണ് കുടികിടപ്പ് അവകാശം അനുവദിച്ച് കിട്ടിയത്. മാത്രമല്ല 1970 ജനുവരി മാസം 20-ാം തീയതി 1970 ജനുവരി മാസം 20-ാം തീയതി കണ്ണൻ ദേവൻ എസ്റ്റേറ്റ്, നിങ്ങൾ കേട്ട് കാണും അല്ലേ, പരസ്യത്തിലേക്ക് കാണുന്ന കണ്ണൻ ദേവനുണ്ടല്ലോ, ആ കണ്ണൻ ദേവൻ്റെ കയ്യിൽ നിന്നും 1 രൂപ പോലും നൽകാതെ 1,32,000 ഏക്കർ മിച്ച ഭൂമി അച്യുതമേനോൻ്റെ ഗവൺമെൻറ് പിടിച്ചെടുത്തു. ഇങ്ങനെ ഭൂമി പിടിച്ചെടുത്ത് നടക്കുന്ന കൂട്ടത്തിലാണ് കേശവാനന്ദ ഭാരതിയുടെ കുറേ ഭൂമി പിടിച്ചെടുത്തത്. കേശവാനന്ദ ഭാരതിയുടെ എടനീർ മഠം എന്ന് പറയുന്ന ട്രസ്റ്റിൻ്റെ ഭൂമി പിടിച്ചെടുത്തതും കേശവാനന്ദ ഭാരതി അത് മതത്തിൻ്റെ സ്വത്താണ് എന്ന് പറഞ്ഞുകൊണ്ട് കേസ് കൊടുത്തു. മതത്തിന് സ്വത്ത് സൂക്ഷിക്കാൻ അവകാശമൊക്കെയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കേസൊക്കെ കൊടുത്തതാണ് കേശവാനന്ദ ഭാരതി വേഴ്സസ് ഗവൺമെൻറ് ഓഫ് കേരള എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിധി വന്നത്. അതുപ്രകാരമാണ് പറഞ്ഞത്, ഇന്ത്യൻ ഭരണഘടനയുടെ അന്തസ്സത്തയെ തകർക്കുന്ന രീതിയിലുള്ള നിയമനിർമ്മാണങ്ങൾ നടത്തുവാൻ ഭരണകൂടം ഒരിക്കലും തയ്യാറാവരുത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള സുപ്രീം കോടതിയുടെ വെർഡിക്റ്റൊക്കെ വരുന്നത് ആ ഒരു വിധിയുടെ അടിസ്ഥാനത്തിലാണ്. അതൊക്കെ ഭരണഘടന പഠിക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറഞ്ഞു പഠിക്കാം കേട്ടോ. പിന്നെയോ ഇതിന് ശേഷം 1970 വന്ന ഈ ഭൂപരിഷ്കരണത്തിന് ശേഷം ഉണ്ടായ സുപ്രധാനമായ ചില നിയമങ്ങൾ, അതിൻ്റെ ചുവട് പിടിച്ചു വന്ന നിയമങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് ഭൂപരിഷ്കരണ ഭേദഗതി ആക്റ്റാണ്. ആ ഭൂപരിഷ്കരണ ഭേദഗതി ആക്റ്റും അതിനെ തുടർന്ന് 1974 കേരള കർഷക തൊഴിലാളി ആക്ട് എന്ന് പറഞ്ഞൊരു നിയമം വന്നു. കേരള കർഷക തൊഴിലാളി ആക്ട് എന്താണ്? കേരള കർഷക തൊഴിലാളി ആക്ടിൻ്റെ പ്രത്യേകതകളെന്ന് നമുക്കൊന്ന് നോക്കിയേക്കാം അല്ലേ. ഇതറിയപ്പെട്ട പേരെന്നറിയാമോ? കർഷക തൊഴിലാളികളുടെ മാഗ്ന കാർട്ട എന്ന പേരിൽ അറിയപ്പെട്ട നിയമമാണ് 1974 കേരള കർഷക തൊഴിലാളി ആക്ട് എന്ന് പറയുന്നത്. കർഷകരുടെ അല്ലെങ്കിൽ കർഷക തൊഴിലാളികളുടെ മാഗ്ന കാർട്ട എന്ന പേരിലാണ് ഇത് അറിയപ്പെട്ടത്. ഇതിൽ പ്രതിപാദിച്ച കാര്യങ്ങൾ എന്തെല്ലാമെന്ന് ചോദിച്ചാൽ, ജോലി സമയം നിജപ്പെടുത്തണം. അതായത് കൂടുതൽ സമയമൊന്നും ഞങ്ങളിട്ട് അടിമകളെ പോലെ പണിയിക്കാൻ പറ്റത്തില്ല. ജോലി സമയം നിജപ്പെടുത്തണം. കൃത്യമായിട്ടൊരു ടൈം വേണം. അല്ല 10 മണി തൊട്ട് 5 മണി വരെ ആണെങ്കിൽ അങ്ങനെ, 8 മണി തൊട്ട് 5 മണി വരെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ കൃത്യമായിട്ടൊരു സമയം നിജപ്പെടുത്തണം. പിന്നെയോ ജോലി ഭദ്രത ഉറപ്പുവരുത്തുക.
ജോലിക്ക് ഞങ്ങൾക്കൊരു സുരക്ഷ വേണം, അല്ല ജോലി അവിടെ ഉണ്ടാകുമെന്നൊരു സുരക്ഷ ഞങ്ങൾക്ക് വേണം. അതാണ് ജോലി ഭദ്രത ഉറപ്പുവരുത്തുക എന്ന് പറയുന്നത്. പിന്നെയോ ഓവർ ടൈം വർക്ക് ചെയ്യിപ്പിച്ചാൽ, അധികമായിട്ട് ഞങ്ങളെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ അതിനെന്ത് വേണം, കൂലി വേണമെന്ന് പറയുന്നതാണ് മറ്റൊന്ന്. പിന്നെയോ പ്രൊവിഡൻറ്റ് ഫണ്ട് നടപ്പിലാക്കണം, അല്ലെ എംപ്ലോയിമാർക്ക് പ്രൊവിഡൻറ്റ് ഫണ്ട് എന്ന് പറഞ്ഞത് കൊടുക്കണമെന്ന് പറഞ്ഞൊരു സംവിധാനം കൂടി വരികയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സുപ്രധാന നിയമങ്ങളൊക്കെ വന്നു. ഇങ്ങനെ ഒരുപാട് ഭൂമി ഗവൺമെൻറ്റിന് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഭൂരഹിതരായിട്ടുള്ള ആളുകൾക്ക് എന്ത് ചെയ്തു കൊടുക്കാൻ സാധിക്കും ഗവൺമെൻറ്റിന്? ക്ഷേമ പ്രവർത്തനങ്ങളാണ് ഗവൺമെൻറ് ചെയ്യേണ്ടുന്നത്. അത് മുൻനിർത്തിക്കൊണ്ട് 1972 അന്നത്തെ മന്ത്രി, റവന്യൂ ഭവന നിർമ്മാണ വകുപ്പൊക്കെ കൈകാര്യം ചെയ്തിരുന്ന ക്രാന്തദർശിയായിട്ടുള്ള ഒരു മന്ത്രി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരാണ് MN ഗോവിന്ദൻ നായർ എന്ന് പറയും. ഈ MN ഗോവിന്ദൻ നായർ അച്യുതമേനോൻ മന്ത്രിസഭയിലെ പ്രധാനപ്പെട്ട ഒരു മന്ത്രിയാണ്. അദ്ദേഹം ആസൂത്രണം ചെയ്ത ഒരു ആശയമായിരുന്നു ലക്ഷം വീട് പാർപ്പിട പദ്ധതി. അതായത് ഭൂരഹിതരായിട്ടുള്ള വീടില്ലാത്ത 1,00,000-ഓളം വരുന്ന കുടുംബങ്ങൾക്ക് കേരളത്തിലെ ഭൂമിയും വീടും അനുവദിച്ചു കൊടുക്കുന്ന ഒരു പദ്ധതിയായിരുന്നു കൊല്ലം ജില്ലയിലെ ചിതറയിൽ 1972 ആരംഭിച്ച ലക്ഷം വീട് പാർപ്പിട പദ്ധതി എന്ന് പറയുന്നത്. അങ്ങനെ കേരളത്തിൽ അച്യുതമേനോൻ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് നടപ്പിലാക്കിയ ഈ വികസന മാതൃകകൾ കണ്ടിട്ടാണ് ഇന്ദിരാഗാന്ധി 1975 മുതൽ 20 പോയിൻ്റ് പ്രോഗ്രാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രോഗ്രാമുകളൊക്കെ തുടങ്ങുന്നതും പിന്നീട് കേരള വികസന മാതൃക എന്ന പേരിലൊരു പദ്ധതി പതുക്കെ ഡ്രാഫ്റ്റ് ചെയ്യപ്പെട്ടുമൊക്കെ തുടങ്ങുന്നത് 1970 മുതലുള്ള കേരളത്തിൻ്റെ ഈ ഭരണരംഗത്തും രാഷ്ട്രീയ രംഗത്തുമൊക്കെയുള്ള സാമൂഹിക സേവന മേഖലകളിലുമൊക്കെയുള്ള വളർച്ചയും കുതിപ്പുമൊക്കെ കണ്ടിട്ടാണ്. അപ്പോൾ ഇതാണ് ഭൂപരിഷ്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യമെന്ന് പറയുന്നത്. ചരിത്ര പശ്ചാത്തലവും പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങളുമൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് അത്യാവശ്യം മറ്റെന്തെങ്കിലും കാര്യങ്ങളൂടെ കണ്ടെത്തി കഴിഞ്ഞാൽ ഈ ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങളുടെ ഉള്ളിലായിരിക്കുമെന്ന് യാതൊരു സംശയവും വേണ്ട. അപ്പോൾ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു. ഗുഡ് നൈറ്റ്.